ഹലോ ഗൈസ്, ഇന്ന് ക്രിസ്മസ് ആയിട്ട് രാവിലെ തന്നെ എനിക്കുള്ള പണിയായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പാട്ടോ ഇത്. ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പോർക്കിറച്ചിയായിട്ട് വന്നിട്ടുണ്ട്. പണിയായെന്ന് പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല, ഓൾറെഡി ഇന്നത്തേക്കുള്ള ചിക്കനും കറിയെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പോർക്കും കൊണ്ടുവന്നത്. പോർക്ക് കൊണ്ടുവന്നപ്പോഴത്തേന് വീട്ടിലെല്ലാവരുടെ അഭിപ്രായം മാറി കേട്ടോ. പോർക്ക് കറി റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോരെ എന്നൊരു ചോദ്യം. എന്നെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ എന്ന് ഞാനങ്ങ് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചേട്ടൻ തന്നെയാണ് വന്ന് എല്ലാം കട്ട് ചെയ്ത് തന്നത്. കട്ട് ചെയ്ത് വെച്ച ഇറച്ചിയെല്ലാം കൂടെ ഉപ്പും മഞ്ഞളും മുളകും ചേർത്തിട്ട് കുക്കറിൽ കയറ്റി ഒരു 4-5 വിസിലടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അടിച്ചെടുത്ത് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിയിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ നോർമലി ചിക്കൻ കറിക്ക് ഇടാനുള്ള ബേസിക് മസാലാസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പോർക്കായതുകൊണ്ട് തന്നെ ഉള്ളി വഴറ്റാനായിട്ടൊന്നും ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പോർക്കൊന്നും വെന്ത് കഴിയുമ്പോഴത്തേന് തന്നെ നല്ല രീതിയിൽ നെയ്യ് ഇറങ്ങാറുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളിയും എരിവിനായിട്ട് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് അതിനകത്ത് തീർത്ത് ആ മസാലയിൽ നമ്മൾ മീറ്റ് നല്ലതുപോലെ വഴറ്റി അങ്ങോട്ട് എടുക്കണം കേട്ടോ. ഞാൻ പിന്നെ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. ഒരു സൈഡിൽ എൻ്റെ ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള അപ്പവും റെഡിയാക്കി. ഇടയ്ക്ക് ചിലത് നമ്മളെ കയ്യബദ്ധത്തിൽ കരിഞ്ഞൊക്കെ പോവും, അത് വേറെ സ്വാഭാവികമല്ലേ. അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈയും പോർക്ക് കറിയും, ഇത് പിന്നെ ഞാൻ പച്ചക്കുരുമുളക് അരച്ച ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ നോർമലി മുളകിട്ട് വയ്ക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം മല്ലിയിലയും പച്ചക്കുരുമുളകൊക്കെ അരച്ച ഈ കറി കഴിക്കാനാണ്. അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. ആഹാ, ആ മുഖത്ത് പുഞ്ചിരിയാണ്, എന്താ രസമല്ലേ. ഞങ്ങളെ വീഡിയോയ്ക്കകത്തൊന്നും പ്രത്യക്ഷപ്പെടാത്ത ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. വേറെ ആരുമില്ല, ചേട്ടൻ്റെ അച്ഛനാണ്. ആൾക്ക് വീഡിയോ എടുക്കാനോ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നതൊക്കെ ഭയങ്കര നാണക്കേടുള്ള കൂട്ടത്തിലാട്ടോ. പോർക്കിനെക്കഴി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എൻ്റെ ആ സ്പെഷ്യൽ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആണ്. പെട്ടെന്ന് റെഡിയാക്കിയത് കൊണ്ട് തന്നെ ആ പോർക്കിനകത്ത് മസാല പിടിക്കാനുള്ളൊരു സമയം നമ്മൾ കൊടുത്തിട്ടില്ല. എന്തായാലും അത്ര മോശമൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.